ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്വിറ്റ്സർലൻഡിലെ ലൊസാൻ നഗരമാണ്. ഈ വീഡിയോയിൽ ഒരു ദിവസത്തിൽ ലൊസാനിൽ കാണാൻ പറ്റിയ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൊസാൻ കത്തീഡ്രൽ കാണാൻ പോവാം. സ്വിറ്റ്സർലൻഡിലെ ഗോത്തിക് വാസ്തുരീതി പണിത ഏറ്റവും വലിയ കത്തീഡ്രലാണിത്. 12ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. പക്ഷേ ഇതുവരെ പണി തീർന്നിട്ടില്ല. ഇപ്പോഴും റിഫോം വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ കത്തീഡ്രലിൽ രാത്രിയിൽ 10 മണി തൊട്ട് 2 മണി വരെ ഒരു നൈറ്റ് വാച്ച്മാൻ ഉണ്ട്. അപ്പം നൈറ്റ് വാച്ച്മാൻ എല്ലാ മണിക്കൂറിലും സമയം വിളിച്ചു പറയും. അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ രാത്രിയിൽ കത്തീഡ്രൽ കാണാൻ വന്നാൽ മതി. ഈ കത്തീഡ്രലിൽ എത്താൻ വേണ്ടിയിട്ട് മെട്രോ M2 എടുത്തിട്ട് ബസിയർ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത കത്തീഡ്രലാണ്. നമുക്ക് സ്റ്റോപ്പിൽ നിന്ന് തന്നെ കത്തീഡ്രൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒളിമ്പിക് മ്യൂസിയം കാണാൻ പോവാം. അപ്പോൾ ലൊസാനിൽ വന്നിട്ടുള്ളവർക്കറിയാം, ലൊസാനിനെ ക്യാപിറ്റൽ ഓഫ് ഒളിമ്പിക്സ് എന്നാണ് വിളിക്കുക. ലൊസാനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ ആണിത്. ഒളിമ്പിക് മ്യൂസിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മെട്രോ M2ൽ ഊഷി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയാൽ മതി. അത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ നിന്ന് നമുക്ക് നടന്ന് മ്യൂസിയം എത്താൻ പറ്റും. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, പിന്നെ സ്പോർട്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കോർട്ട്, അതുപോലെ 55ഓളം ഇൻ്റർനാഷണൽ സ്പോർട്സ് അസോസിയേഷൻസിൻ്റെ ഹോം ടൗൺ ആണ് ലൊസാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആദര സൂചകമായിട്ടാണ് ലൊസാന് ക്യാപിറ്റൽ ഓഫ് ഒളിമ്പിക്സ് എന്ന് പേര് നൽകിയത്. ഒളിമ്പിക് മ്യൂസിയത്തിലേക്ക് നമ്മൾ ഈ നടന്നു കയറുന്ന സ്റ്റെപ്പിലൊക്കെ തന്നെയും ഒളിമ്പിക്സ് നടന്ന വർഷം നടന്ന സ്ഥലം, അന്ന് ടോർച്ച് ബിയറർ ആരായിരുന്നു അയാളുടെ പേര് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ മുന്നിലായിട്ട് ഒളിമ്പിക് ഫ്ലെയിമും അതിൻ്റെ അടുത്ത് മോഡേൺ ഒളിമ്പിക്സിൻ്റെ പിതാവും ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫൗണ്ടറുമായ പിയറി ദു കോബർട്ടിൻ്റെ പ്രതിമയുണ്ട്. മ്യൂസിയത്തിനകത്ത് പല ഫ്ലോറിലായിട്ട് അവർ എക്സിബിഷൻസ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒളിമ്പിക്സിന് ഉപയോഗിക്കുന്ന ടോർച്ച് ലൈറ്റ്, മെഡല്, ഡ്രസ്സ്, അതുപോലെ പല ഇവൻറ്റ്സ് അവിടുത്തെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഒളിമ്പിക് ഗെയിംസ് പോലത്തെ ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓപ്പണിംഗ് ടൈമിങ്ങും എൻട്രൻസ് ഫീയുമാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ലൊസാൻ്റെ ശരിയായ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു ബോട്ട് ട്രിപ്പ് എന്തായാലും എടുക്കണം. അപ്പോൾ ഒത്തിരി സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോയി വരാം ലൊസാനിൽ നിന്ന്. അപ്പോൾ അതിലൊന്നാണ് മോൺട്രൂ. മോൺട്രൂ ഒരു ചെറിയ റിസോർട്ട് ടൗൺ ആണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ ആയിട്ടൊരു ഷാത്തൂ ദു ഷിലോണും ഉണ്ട്. നിങ്ങൾക്ക് മോൺട്രൂവിലേക്ക് ബോട്ടിലെത്താം, ട്രെയിനിലും എത്താം, ബസ്സും ഉണ്ട്. അപ്പോൾ ബോട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ലേക്കൊന്നും ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ആൽപ്സ് പർവ്വതമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രിപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഈ ബോട്ടിൻ്റെ റിട്ടേൺ ടൈമിംഗ് നോക്കി വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരാനും പറ്റും. ബോട്ട് ട്രിപ്പ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യണത് ഊഷി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ്. അവിടെ ഒരു പോർട്ടുണ്ട്. അവിടെ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ ബോട്ട് ട്രിപ്സും സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ മറ്റൊരു ട്രിപ്പാണ് ലാവോ എന്നറിയപ്പെടുന്ന മുന്തിരിത്തോട്ടത്തിലേക്കുള്ളത്. അപ്പോൾ ട്രെയിനിലൊക്കെ വരുമ്പോൾ നിങ്ങൾ മിക്കവാറും ഈ മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ടാവും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ളൊരു മുന്തിരിത്തോട്ടമാണിത്. ടെറസ് ഫാമിംഗ് രീതിയിലാണ് അവരത് വളർത്തിയിട്ടുള്ളത്. ഏകദേശം 30 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ മുന്തിരിത്തോട്ടമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ബോട്ടിൽ നിന്ന് വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്തിരിത്തോട്ടത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലാവോ സ്റ്റോപ്പിൽ ഇറങ്ങി പോവാം, ട്രെയിനിൽ വരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ചെറിയ ടൂറിസ്റ്റിക് ട്രെയിനും ഉണ്ട്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടങ്ങളിലായിട്ട് ഇതിൻ്റെ മ്യൂസിയംസും അതുപോലെ മുന്തിരി വിൽക്കുന്ന കടകളും ടേസ്റ്റിംഗ് സെൻറ്റേഴ്സും ഒക്കെ തന്നെയുണ്ട്.
ലൊസാനിൽ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ പ്രൊമനാഡാണ്, ഈ വാക്ക് വേ. ലേക്കും ആൽപ്സ് പർവ്വതവും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു വാക്ക് വേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ബോട്ട് തുടങ്ങുന്ന സ്ഥലം, ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് മ്യൂസിയം വരിക, ഒളിമ്പിക് മ്യൂസിയം. മെട്രോ ലൈൻ M2ൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായ ഊഷി ഒളിമ്പിക്കിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. അപ്പം അതിൻ്റെ സ്റ്റോപ്പിലായിട്ട് ഇങ്ങനെ ഒളിമ്പിക്കിൻ്റെ സൂചകമായിട്ട് ഇങ്ങനെ പല രാജ്യത്തിൻ്റെ ഡ്രസ്സിലുള്ള കളിക്കാരും അവരുടെ ഫ്ലാഗും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഒളിമ്പിക് മ്യൂസിയത്തിലേക്ക് പോകാനുള്ള വഴിയും ബോട്ട് പോകാനുള്ള വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് വേയിലായിട്ട് ഒത്തിരി സ്ഥലമുണ്ട്. അവിടെ കളിക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, വെറുതെ ലേക്കിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നവരുണ്ട്. അടുത്തായിട്ടൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.